ഈ ഇരിക്കുന്നവരിൽ ഒരാൾ ഡോക്ടറും മറ്റൊരാൾ BDS വിദ്യാർത്ഥിനിയുമാണ്. കേസ് എന്താണെന്നല്ലേ? MDMA കടത്ത്. പുതുവർഷ തലേന്ന് കഠിനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഈ 7 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയത്. പുതുവർഷ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഘം ലഹരിമരുന്ന് വിതരണം ചെയ്യുന്നതായി രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ, നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫ് സംഘങ്ങൾ സംയുക്തമായി പരിശോധനയ്ക്ക് ഇറങ്ങിയിരുന്നു. MDMA കടത്ത് കേസിൽ 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട അസിം, അജിത്ത് എന്നിവർ 5 വർഷം തടവ് അനുഭവിച്ച ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങി വീണ്ടും ലഹരിക്കടത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്നും ഇവരാണ് തിരുവനന്തപുരം നഗരത്തിൽ ലഹരിമരുന്ന് വിതരണത്തിന്റെ മുഖ്യ കണ്ണികളായി പ്രവർത്തിക്കുന്നത് എന്നും പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇതോടെ അസിമിനെയും അജിത്തിനെയും വീണ്ടും അകത്താക്കാൻ വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു കുറെ നാളുകളായി പോലീസ്. ഇതിനിടയിലാണ് ഇന്നലെ നെടുമങ്ങാട് ഡാൻസ് ഓഫ് സംഘത്തിന് അസിമിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. തുടർന്ന് അസിമിനെ പോലീസ് സംഘം പിന്തുടർന്നുവെങ്കിലും പോലീസ് ജീപ്പിൽ കാർ ഇടിപ്പിച്ച ശേഷം ഇയാൾ രക്ഷപ്പെട്ടു. തുടർന്ന് അസിമിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വിച്ച് ഓഫ് ആയിരുന്ന ഫോൺ ഇന്ന് പുലർച്ചെ കണിയാപുരം തോപ്പിൽ ഭാഗത്ത് ഓണായതായി പോലീസ് കണ്ടെത്തി. പിന്നാലെ പിന്തുടർന്നെത്തിയ ഡാൻസ് ഓഫ് സംഘം ഇന്ന് പുലർച്ചെ വീട് വളഞ്ഞാണ് പ്രതികളെ പിടികൂടിയത്. വാടക വീടെടുത്തായിരുന്നു ഇവരുടെ ലഹരി ഇടപാട്. ഇവരെ 2 പേരെ മാത്രമാണ് പോലീസ് പിടിക്കാൻ എത്തിയത് എങ്കിലും പോലീസ് സംഘത്തെ ഞെട്ടിച്ചാണ് 7 അംഗ സംഘം ഇവിടെ ഉണ്ടായിരുന്നത്. കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര സ്വദേശി ഡോക്ടർ വിഘ്നേഷ് ദത്തൻ, പാലോട് സ്വദേശിനി അൻസിയ, കൊട്ടാരക്കര സ്വദേശിനി BDS വിദ്യാർത്ഥി ഹലീന, കൊല്ലം ആയൂർ സ്വദേശിയും IT ജീവനക്കാരനുമായ അവിനാഷ്, കൊല്ലം ഇളമാട് സ്വദേശി ഹരീഷ് എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് പ്രതികൾ. അസിമും അജിത്തും അൻസിയുമാണ് ലഹരി കടത്തിന്റെ പ്രധാന കണ്ണികളെന്ന് പോലീസ് പറഞ്ഞു. ബാക്കിയുള്ളവർ ലഹരിമരുന്ന് വാങ്ങാനും ഉപയോഗിക്കാനും എത്തിയവരാണ് എന്ന നിഗമനത്തിൽ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. വിഘ്നേഷ് ദത്തൻ MBBS ബിരുദധാരിയാണ് എങ്കിലും ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് എന്ന് പോലീസ് സംഘം പറഞ്ഞു. BDS വിദ്യാർത്ഥിനി ഹലീനയ്ക്കും കുറച്ചു നാളുകളായി ഈ സംഘവുമായി ബന്ധമുണ്ടത്രേ. ഇവരെല്ലാവരും ലഹരിമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. ഇവരെ റിമാൻഡ് ചെയ്തു. ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത് ഈ 2 വണ്ടിയും കൊടുക്കും കയറും. നേരത്തെ എടുത്ത വീഡിയോ ഉണ്ട്. നൂന്നില്ലേ വണ്ടി എടുക്കണം, ഏതൊക്കെ വണ്ടി കൊടുക്കണമെന്ന് അറിഞ്ഞൂടാ. എന്താണ് ലിസ്റ്റിലുണ്ടെന്ന് അറിഞ്ഞൂടാ. എടുത്ത് വയ്ക്കും നോക്കിയിട്ടുള്ളത് ഏത്
ചിക്കൻ